ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 84 ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അതായത് നമ്മളുടെ സായി ചേട്ടൻ സീക്രട്ട് ഏജന്റ് ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു. അതായത് സെൽഫ് ക്ലെൻസിങ്, സ്വയം ശുദ്ധീകരണത്തിനാണ് അണ്ണൻ ഇതിനകത്തോട്ട് കെട്ടിയെടുത്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അണ്ണനോട് പറയാനുള്ളത്, അണ്ണൻ എപ്പോഴെങ്കിലും പുറത്തിറങ്ങിയിട്ട് കാണുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അണ്ണനോടും ബാക്കി ഈ വീഡിയോ കാണുന്ന ആൾക്കാരോടും ഈ ബിഗ് ബോസ് ഭയങ്കര ഫാൻസിനോടും, ഈ സ്വയം ശുദ്ധീകരണം നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണോ ബിഗ് ബോസ്? അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കയറേണ്ട ഒരു സ്ഥലമാണോ ബിഗ് ബോസ്? ഈ അണ്ണൻ പ്രത്യേകിച്ച് അവിടെ ഗെയിം ഒന്നും കളിക്കുന്നില്ല, നമുക്കറിയാം. അണ്ണൻ മറ്റേ സ്വയം ശുദ്ധീകരണത്തിന് കയറി അണ്ണൻ വലിയ സത്യസായി ബാബയായ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അണ്ണന് സ്വയം ശുദ്ധീകരണത്തിന്, അതുപോലെ തന്നെ ഇന്ന് അണ്ണൻ പറയുന്നത് കേട്ടു, എനിക്ക് അധികം എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ എനിക്ക് പോകണ്ട, ഒരുപാട് കുറെ എൻഗേജ്മെന്റ്സ് ഇല്ലാതെ എനിക്ക് മാറാൻ തോന്നി. അപ്പൊ ആ ഒരു സമയത്താണ് ബിഗ് ബോസിലേക്ക് എനിക്ക് എൻട്രി കിട്ടുന്നത്. അതിന് എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു, എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. വലിയ എൻഗേജ്മെന്റ്സ് ഒന്നും എനിക്കില്ലാതെ മാറി നിൽക്കണമായിരുന്നു. അതിനാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്, അതെനിക്ക് നല്ലൊരു കാര്യമായി മാറി എന്നൊക്കെ അണ്ണൻ പറയുന്നത് കേട്ടു. എനിക്കിപ്പോ വീണ്ടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അങ്ങനെ വരണ്ട, അങ്ങനെ തോന്നുന്നവർക്ക് വരേണ്ട ഒരു സ്ഥലമാണോ ബിഗ് ബോസ്? അങ്ങനെ അണ്ണൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം, എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലാതെ മാറി നിൽക്കണമെങ്കിൽ അണ്ണൻ വല്ല കാശിക്കും പോ, ഇല്ലെങ്കിൽ ഹിമാലയം പോയിരി. ഇത് അണ്ണൻ കേറിയില്ലായിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് അതിനകത്ത് ഗെയിം കളിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ അതിനകത്ത് കയറി ഗെയിം കളിച്ച് കപ്പടിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരുത്തം കേറത്തില്ലായിരുന്നോ? ഇത് ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പോലെ അല്ലേ ഈ കയറിയിട്ട് വലിയ മറ്റേ ആളായി മറിച്ചേ ആളായി സ്വയം ശുദ്ധീകരണം നടത്തി എന്നൊക്കെ പറയുന്നത്. എനിക്കതാ പേഴ്സണലി തോന്നിയത്. കഴിവുള്ള കളിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ കേട്ടിട്ടെ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ വേറെന്തൊക്കെയോ, മറ്റേ എനിക്ക് തോന്നുന്നു ജിൻഡോ കൊടുത്ത സിഗരറ്റിനകത്ത് വേറെന്തോ ആയിരുന്നു എനിക്ക് തോന്നുന്നത്. ഞാൻ ജിൻഡോ ചേട്ടനെ കുറ്റം പറയല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും പരിപാടിയായിരുന്നു. എനിക്കും അണ്ണൻ അതിനകത്ത് കയറി പണ്ടേ കിളി പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെയാണോ വിളിച്ചു പറയുന്നത്? സ്വയം ശുദ്ധീകരണം വേറെ എങ്ങോട്ടെങ്കിലും പോടേ, എനിക്കതാ പറയാനുള്ളത്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ വേറെ പോകണം, അല്ലാതെ ഇങ്ങനെ ഒരാളുടെ ഒരു നല്ല ഗെയിമിനകത്ത് വന്നിട്ട് ആ ഗെയിമും കുളവാക്കി. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാരണമുണ്ട്, ഇവരും ആ സിജോയും കാരണമാണ് നന്ദന എന്ന് പറയുന്ന കൊച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ എവിക്റ്റ് ആയി പോയി. അതാണ് മെയിൻ ഒരു സാധനം ഇന്ന് പറയാനുള്ളത്, എവിക്റ്റ് ആയി പോയി കൊച്ച്. അപ്പൊ ഇത് എവിക്റ്റ് ആയി പോകാനുള്ള മെയിൻ ഒരു കാരണം ഈ അണ്ണൻ തങ്കച്ചി പാസം കളിച്ച ഒരു പരിപാടിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അത് ഇനി സായിയുടെ ഗെയിം ആയിരുന്നോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. മനഃപൂർവ്വം ഇവിടെ എടുത്ത് വെളിയിൽ തട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ സംശയമുണ്ട്. ഇനിയിപ്പോ അങ്ങനെ സംശയം ഇല്ലാത്തവരോട് എനിക്കൊന്നും പറയാനില്ല, സംശയിക്കേണ്ട നിങ്ങൾ. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് ഇന്ന്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു റിവ്യൂയിലേക്ക് പോവാം. ലാലേട്ടൻ വരുന്നു, എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സായിയോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സായി പറയുന്നുണ്ട് ഡബിൾ ഓക്കെ ലാലേട്ട, ഡബിൾ അല്ലല്ലോ ട്രിപ്പിൾ ഓക്കെ അല്ലേ മോനെ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നത് ഞാൻ കേട്ടു. എല്ലാ ആളുകളോടും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ മുയലിന് മറ്റേ മണി കെട്ടിയ ഗെയിമിനെ പറ്റി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അഭി പറയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഗെയിം മനസ്സിലായി. അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ജിൻഡോയോടൊക്കെ ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് ഗെയിം ഒന്നും ആദ്യമേ മനസ്സിലായിട്ടില്ലായിരുന്നു. ജിൻഡോ പറയുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് എനിക്ക് ആദ്യമേ ഒന്നും മനസ്സിലായില്ല. അത് പറയാൻ കാരണം ജാസ്മിൻ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു പലരും ടീം ഗെയിം കളിച്ചു, അതുപോലെ തന്നെ പലർക്കും ആദ്യമേ ഗെയിം കളിക്കാൻ അറിയാതെ സ്റ്റക്കായി പോയി. അതിനകത്ത് ജിൻഡോയുടെ പേര് പറയുന്നുണ്ട്. അതിന് ശേഷമാണ് ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഗെയിം മനസ്സിലായില്ല ആദ്യമേ. കാരണം നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ജിൻഡോയ്ക്ക് ആദ്യമേ ഗെയിം മനസ്സിലായിട്ടില്ലായിരുന്നു. അത് ജാസ്മിൻ നല്ല വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മുയൽ ഗെയിമിനെ പറ്റി, ആ ഒരു മുയലിന് മണി കെട്ടിയ ഗെയിമിനെ പറ്റിയായിരുന്നു ആദ്യമേ അവിടെ സംസാരിച്ചത്. അപ്പം അത് പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ അർജുൻ ഒരു കാര്യം പറയുന്നത് കേട്ടു. സായി എന്ന് പറയുന്ന ആൾ ഒരു വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവമുള്ള ഒരു ആളാണ് ഭയങ്കരമായിട്ട്. കാരണം സായി ആ ഗെയിമിലും വിട്ടുകൊടുത്തതിനെ പറ്റി ലാലേട്ടൻ അവിടെ പരാമർശിക്കുകയുണ്ടായി, ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് അർജുൻ പറയുന്നത്, അതായത് സായി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, വലിയ ഫൈറ്റിലേക്കൊന്നും പോകത്തില്ല, അവൻ എല്ലാത്തിനും വിട്ടുകൊടുക്കുന്ന. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് അതിനകത്തേക്ക് വന്നത്? എനിക്ക് ചോദിക്കാനുള്ളൊരു കേസ് അതാ. അവൻ വിട്ടുകൊടുക്കുക, അവൻ മറ്റേ നല്ല കുഞ്ഞാവാൻ വരിക, വന്നത് മറ്റേ നല്ല കുഞ്ഞാവാൻ. അപ്പൊ ഇത്രയും നാൾ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കള്ളനായിരുന്നെന്നാണോ താങ്കൾ പറയുന്നത്? എനിക്ക് അറിയാമലായിട്ട് ചോദിക്കുക. നല്ലൊരു വ്യക്തിയാവാൻ വന്നു, നല്ല എൻഗേജ്മെന്റ്സിൽ നിന്ന് മാറി ഞാൻ എന്നെ തന്നെ കണ്ടുപിടിക്കാൻ വന്നു. ആത്മീയത വേണമെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോടേ, ഇതിനകത്ത് വന്നാണോ ആത്മീയതയൊക്കെ പിടിക്കാൻ? എനിക്ക് അങ്ങനെയാ തോന്നിയത് സായിയുടെ വർത്താനമൊക്കെ കേൾക്കുമ്പോ. എന്തിനകത്തേക്ക് വന്നു? നല്ല ആളുകളുടെ ചാൻസ് നശിപ്പിക്കാൻ വന്നോ? സത്യമായിട്ടും എനിക്ക് എങ്ങനെയാ തോന്നിയത്. പിന്നെ അവന്റെ ഗെയിം സ്ട്രാറ്റജി മറ്റേ വലിയ വലിയ സാധനങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു സ്ട്രാറ്റജി ഇല്ല. അതുപോലെ തന്നെ സായിയെ പറ്റി ഒരു നല്ല കാര്യം എനിക്കിന്ന് പറയാനുണ്ട്, അത് ഞാൻ പറയാം, എന്തായാലും വഴി ഇരിക്കട്ടെ. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പിന്നെ ലാസ്റ്റ് ഇന്നലെ നടന്ന ആ ഒരു ടാസ്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ആ ടാസ്കിന്റെ കാര്യം പറയുമ്പോഴും ജിൻഡോ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഒത്തുകളി ലാലേട്ട, ഒത്തുകളി. ജാസ്മിൻ പറയുന്നുണ്ട് ഒത്തുകളിയായിരുന്നു. നമ്മുടെ ഋഷിക്കുട്ടൻ പറയുന്നുണ്ട് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ലാലേട്ട ഇത് ഇങ്ങനെ നടക്കത്തുള്ളൂ, ഒത്തുകളിയായിരുന്നു ഇവിടെ എന്നൊക്കെ ഋഷി അവിടെ നിന്ന് പറയുന്നത് കേട്ടു. അതിനുശേഷം ലാലേട്ടൻ നന്ദനയോട് ചോദിക്കും,
നന്ദന, താങ്കൾക്ക് എത്ര പോയിന്റ് കിട്ടി? 1 പോയിന്റ് ലാലേട്ടാ. ആ 1 പോയിന്റ് നിങ്ങൾ കളിച്ച് നേടിയതാണോ അതോ ഒരു ഒത്തുകളിയിലൂടെ കിട്ടി? ഇല്ല ലാലേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഫൈറ്റ് ചെയ്താണ് ഞാൻ ഒരു റൺ ആ 1 പോയിന്റ് നേടിയെന്നൊക്കെ നന്ദനയോട് പറയുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ തോന്നിയൊരു കാര്യമുണ്ട്, നന്ദനയുടെ വിചാരം പുറത്തിരിക്കുന്ന ജനങ്ങളൊക്കെ വേറെ പൊട്ടന്മാര്, ഒന്നും കാണുന്നില്ല, നമ്മൾ ആരും ഒന്നും കാണുന്നില്ല. നന്ദന മാത്രം സെറ്റപ്പ് ഭയങ്കര കഷ്ടപ്പെട്ട് നന്ദന അവിടെ ഗെയിം കളിച്ച് ആ 1 പോയിന്റ് നേടിയെന്നാണ് നന്ദനയുടെ ഒരു വാദം. അപ്പൊ നമ്മളൊക്കെ പൊട്ടന്മാര് കേട്ടോ, അങ്ങനെ ഇരുന്നോട്ടെ, പാവം കൊച്ചു അങ്ങനെ ഇരുന്നോട്ടെ. അപ്പം അതൊക്കെ ഞാൻ വിടുന്നു. അതിന്റെ ഇടയ്ക്ക് നന്ദന പറഞ്ഞൊരു കേസുണ്ട്, എന്താ അറിയോ? ജിൻഡോ അടുക്കെ എനിക്ക് ഈ ഒത്തുകളിയുടെ കേസ് പറഞ്ഞപ്പോഴാണ് ജിൻഡോ അടുക്കെ എനിക്ക് ഒരു ദേഷ്യം തോന്നി. എന്റെ കൈ പിടിച്ചു വെച്ചപ്പോ എനിക്കൊരു ദേഷ്യം തോന്നി, ജിൻഡോ അങ്ങനെ ജയിക്കണ്ടെന്ന് എനിക്ക് തോന്നി എന്നൊരു സാധനം ഈ നന്ദന കൊച്ചു പറയുന്ന കേട്ടു. അപ്പൊ എനിക്ക് അവിടെ ജിൻഡോ ചേട്ടൻ അപ്പൊ ഇരുന്നൊരു ചിരിയൊക്കെ ചിരിക്കുന്ന കണ്ടു. എന്ത് കണ്ടിട്ടാണ് ജിൻഡോ ചേട്ടൻ ചിരിച്ചതെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് ആ സമയത്ത് ഒരു കാര്യം മനസ്സിലായി. അതായത് എന്താന്ന് വെച്ചാൽ, ഈ നന്ദന എന്ന് പറയുന്ന കുട്ടി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, നന്ദന കയറി വന്നപ്പോൾ നന്ദന ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ട ഇതിനകത്ത് ഫുള്ള് അടിയും ഒച്ചയും ബഹളവും ഒക്കെയാണ്, എനിക്കിതിനകത്ത് കയറി വരുമ്പോൾ എനിക്കിതിനകത്ത് എന്റർടൈൻമെന്റ് കൊണ്ടുവരണമെന്നാണ്, എനിക്കിതിനകത്ത് തമാശകൾ കൊണ്ടുവരണമെന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ നന്ദന കയറി വരുന്നത്. സോ അങ്ങനെ വന്നൊരു വ്യക്തിക്ക് എങ്ങനെ ഒരാൾ കയ്യിൽ പിടിച്ചതിന്റെ പുറത്തൊരു വൈരാഗ്യം തോന്നുകയും അയാളെ ഇതിനകത്തുനിന്ന് പുറത്ത് വിടണം എന്നുള്ളൊരു മെന്റാലിറ്റി എങ്ങനെ വരും? അതാണ് എന്റെ ചോദ്യം. അപ്പൊ ഈ കേറി വന്നപ്പോ നന്ദന പറഞ്ഞതൊക്കെ അതാണ് ശരിക്കും പറഞ്ഞാലുള്ള ഒരു കള്ളത്തരം അവളുടെ. അതായിരുന്നു ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു നന്ദന. ഇതിനകത്ത് കയറി വന്നപ്പോൾ നമ്മൾ ഇപ്പൊ കാണിക്കുന്നത് നന്ദനയുടെ വായിന്ന് ഇപ്പൊ ഈ ഇത്രയും ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ വീഴുന്നതൊക്കെയാണ് റിയൽ ആയിട്ടുള്ള കാര്യം. കാരണം നന്ദന ഇത്തിരി കുശുമ്പുള്ള കൊച്ചാണ്. അതുപോലെ തന്നെ ഈ വൈരാഗ്യ ബുദ്ധി, ആ പുള്ളി കയ്യിൽ പിടിച്ചതിന് പുള്ളി വെളിയിൽ പോകണം, ആ ഒരു ഗെയിമിൽ നിന്ന് പുള്ളി ഔട്ട് ആവണം എന്ന് വിചാരിച്ച് സായിയുടെ ബാഗിൽ നിന്ന് അധികം മറ്റേ തെർമോക്കോൾ തട്ടിക്കളയാതിരുന്ന ഒരു വ്യക്തിയാണ് നന്ദന. അതവിടെ നല്ല വ്യക്തമായിട്ട് പൊളിഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കാം നല്ല പുട്ടുപോലെ നന്ദന കൊച്ചിനെ എടുത്ത് വെളിയിൽ കളയാനും ഈ 2 ദിവസമായിട്ട് എല്ലാ കമന്റിലും നല്ല അട്ട കൊച്ചിന് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന് ആരും വിചാരിക്കേണ്ട, എല്ലാവരും ഇവിടെ പലതും കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സായി ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇരിക്കട്ടെ, പറയാം. അപ്പോൾ ഈ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു ഗ്രാഫ് റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരും അവരുടെ ഈ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ അവർ വരച്ച് അവർ ഇത്രയും നാൾ നിന്നതിനെ പറ്റി ഒരു ഡീറ്റെയിലിംഗ് അവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മുടെ ജാസ്മിൻ ചേച്ചി എന്നാണ് പറഞ്ഞത്. ജാസ്മിൻ ചേച്ചി വലിയ കഥകളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അപ്പോഴും ജാസ്മിൻ ചേച്ചി ഗബ്രിയെ വിട്ടിട്ടില്ല കേട്ടോ. ഗബ്രി പോയപ്പോൾ ഞാനൊന്ന് ഡൗൺ ആയിരുന്നു. ഇപ്പോഴും ജാസ്മിൻ ചേച്ചി ആയിരുന്നു ഫുള്ളി അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല. ഇപ്പോഴും മറ്റേ ജബ്രി പോയതിന്റെ ആ ഒരു സങ്കടത്തിന്റെ എവിടെയോ ഏറ്റവും മൂലയൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ജാസ്മിൻ ചേച്ചി ഇതും പിടിച്ചോണ്ടിരിക്കുക, പുറത്തേക്ക് വരിക. പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിനുള്ള എല്ലാം കൂടെ ചേച്ചിക്ക് ഇവിടെ മറ്റേ കൊട്ടക്കണക്കിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനും ചേച്ചി എങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും. അപ്പൊ അത് കഴിയുമ്പോൾ നോറ വരുന്നുണ്ട്. നോറയെ ഞാൻ ശ്രദ്ധിച്ചത്, നോറ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുരേഷ് ചേട്ടനെ പറ്റിയൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. അവിടെ ആരും അങ്ങനെ, ജാസ്മിൻ പറയുന്നുണ്ട് പോയ ഗബ്രിയെ പറ്റി, ജാസ്മിൻ അത് മാത്രമേ ഉള്ളല്ലോ പറയാൻ ലാസ്റ്റ് വരെ. ഈ നോറയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. നോറ സുരേഷ് ചേട്ടനെ പറ്റിയൊക്കെ പറയുന്നത് കേട്ടു. എനിക്ക് നല്ലൊരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് പുള്ളി പോയപ്പോൾ എനിക്ക് സങ്കടം വന്നു. അതൊക്കെ നോറ പറയുന്നത് കേട്ടു. അതിനുശേഷം ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ ഒരു സൂപ്പർ ഗ്രാഫ്, നല്ലൊരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ജിൻഡോ ചേട്ടൻ്റെ ആ ഒരു മറ്റേ മോശം ബിഹേവിയർ ഒക്കെ നിർത്തിയതും, അമ്മ വന്നപ്പോഴത്തേക്ക് അമ്മ വഴക്ക് പറഞ്ഞതും, അമ്മ പറഞ്ഞു നീ ഇങ്ങനെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞതും, പിന്നെ ലാലേട്ടൻ ഇടയ്ക്ക് വെളിയിൽ തട്ടിയതും ഇതെല്ലാം ജിൻഡോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അബി വരുന്നുണ്ട്. അബിയുടെ കഥകൾ അബി അവിടെ വിളമ്പുന്നുണ്ട്. അപ്പൊ അബി വലിയ കഥകളൊക്കെ പറയുന്നതിനിടയ്ക്ക് അബി പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോ ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നൊക്കെ ഒരു അബി പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വലിയ സ്ട്രാറ്റജി ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബി എന്ന് പറയുന്ന വ്യക്തിക്കില്ല. എങ്ങനെയോ മറ്റേ ലാസ്റ്റ് ഇപ്പം ഈ സിജോ സായി അവരുടെ കൂട്ടത്തിൽ വന്ന് പെട്ടു. മനസ്സിലായില്ലേ? കാരണം അവര് അഭിഷേകം പുറത്തുനിന്ന് കണ്ടുവന്ന ഒരാളാണ്. സോ സായി എങ്ങനെയാണ്, നമ്മുടെ സിജോ എങ്ങനെയാണെന്ന് അറിയാം. സോ അവരെ ഒന്ന് കൂട്ടിൽ പിടിച്ചു, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കളി മാത്രമേ അഭിക്കുട്ടം കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ഒരു ടിക്കറ്റ് ഫിനാലയിൽ ചേട്ടന് ഗോൾ അടിച്ചു. അല്ലാതെ വലിയൊരു മറ്റേ മൈൻഡ് ഗെയിം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അഭിഷേക് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ലാസ്റ്റ് നല്ല ഈ ഒരു ടിക്കറ്റ് ഫിനാലിൽ നന്നായിട്ട് കളിച്ചുകൊണ്ട് അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഞാനത് സമ്മതിക്കുന്നുണ്ട്, നല്ല കളിയായിരുന്നു. അപ്പൊ അതിനുശേഷം ശ്രീതു വരുന്നുണ്ട്. ശ്രീതു മമ്മി പറഞ്ഞതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. മമ്മി എനിക്ക് നല്ല പോയിന്റ്സ് പറഞ്ഞു തന്നില്ല, അത് കണ്ടിട്ടാണ് ഞാനിപ്പോ കളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായില്ല, മമ്മി പറഞ്ഞ പോയിന്റ് മറ്റേ അർജുനുമായിട്ട് കുട്ടു ആ ഒരു സാധനമായിരുന്നു. എന്തായാലും മമ്മിയുടെ മോൾ അതൊന്നും അനുസരിച്ചിട്ടൊന്നും ഇല്ല. അത് അനുസരിക്കാത്തതുകൊണ്ട് തന്നെ കൊച്ചിന്ന് നിന്ന് പോകുന്നുണ്ട് അതിനകത്ത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് കഴിയുമ്പോൾ നമ്മുടെ സിജോ വരുന്നുണ്ട്. എന്റെ പൊന്നെ അങ്ങോട്ടൊരു കഥ തുടങ്ങും സിജോ. അപ്പം സിജോ വന്ന് കഥ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഈ സിജോ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് നിന്നതിനെക്കാട്ടിലും കൂടുതൽ ഇടിയും കിട്ടി വെളിയിൽ പോയിരുന്ന ദിവസങ്ങളാണ് തോന്നുന്നു കൂടുതൽ കേട്ടോ. അവൻ അങ്ങനെ കിട്ടിയ വോട്ടുകളാണ് കൂടുതൽ. ഒരു ഇമോഷണൽ ആ ഒരു സാധനം കൊണ്ട് കുറച്ച് ക്രിയേറ്റ് ആക്കിയിട്ടിരിക്കുന്ന ഒരു പവർ ഉണ്ട് പുറത്ത്. അതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ സിജോയ്ക്ക്. ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഉള്ളത് മൊത്തം ഇടിഞ്ഞു പോയ ഒരു വ്യക്തിയാണ് സിജോ.
സായിയുടെ കൂടെ ഇനി ആ കൂട്ട് പിടിച്ചങ്ങോട്ട് കളിക്കുമ്പോഴത്തേക്ക് ബാക്കി കൂടെ ഇടിഞ്ഞു പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അപ്പൊ സിജോടെ മറ്റേ കട്ടുതീ കഥകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഋഷി വരുന്നുണ്ട്. ഋഷി മറ്റേ തേഞ്ഞൊട്ടിയ കഥയൊക്കെ ഋഷി പറയുന്നുണ്ട്. അച്ചാറും ക്യാപ്റ്റനും ഒക്കെ ആയെന്ന് മറ്റേ ഹോട്ടൽ ടാസ്കിൽ ഞാൻ അച്ചാറായി പോയി ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ കൊച്ചു വന്ന് നന്ദനയുടെ കഥകൾ എന്തിനാ ഞാൻ വലുതായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പോവാത്തതാണ് ഓരോരുത്തർ പറഞ്ഞതിനെ പറ്റി. എന്തിനാണ് വെറുതെ അവർ ഇത്ര നാൾ നിന്നതിനെ പറ്റിയൊക്കെയാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അർജുൻ വരുന്നുണ്ട്. അർജുൻ വന്നതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവർ പറഞ്ഞതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട്. ബാക്കി വലിയ കഥകളൊന്നും ഇല്ല, എല്ലാവരും സെയിം ഏകദേശം ഒക്കെയാണ് പറയുന്നത്. ഈ അർജുൻ വന്നപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞൊരു കേസുണ്ട്. ലാലേട്ടാ എന്റെ പേഴ്സണാലിറ്റി എന്താന്ന് ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് എന്റെ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ വീട്ടുകാരെന്നെ എങ്ങനെയാണ് വളർത്തിയത്, ഞാൻ എന്താണ് എന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് വേണ്ടത്. അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് കപ്പു അടിച്ചുകൊണ്ട് അങ്ങ് വീട്ടിൽ കൊണ്ടുപോകണമെന്നൊന്നുമല്ല. 100 ദിവസം അതിനകത്ത് നിൽക്കണം. എന്റെ ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് പുറത്തറിയണം. അതെന്റെ ഭാവിയിലേക്കുള്ള ജീവിതത്തിന് ഗുണം ചെയ്യണം എന്നൊരു സാധനം അവിടെ അർജുൻ പറയുന്നത് ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ അർജുൻ മാത്രമേ അങ്ങനെ ഒരു സാധനം പറഞ്ഞുള്ളൂ. അത് എനിക്ക് മനസ്സിലായി. അർജുൻ അതുകൊണ്ട് തന്നെ അർജുനായിട്ട് നിൽക്കുമ്പോൾ ഓരോ കാര്യത്തിനും അർജുൻ സൂക്ഷിച്ചാണ് കളിക്കുന്നത്. അർജുൻ മാന്യമായിട്ടാണ് അതാണ് അർജുൻ അങ്ങനെ കളിക്കുന്നത്. കാരണം അർജുന്റെ മനസ്സിലിരിക്കുന്ന അർജുൻ പുറത്ത് പറഞ്ഞു എന്റെ നല്ലൊരു പേഴ്സണാലിറ്റിയാണ്, അത് പുറത്ത് അങ്ങനെ അറിയാവുള്ളൂ. അതുപോലെ തന്നെ എന്റെ വീട്ടുകാരിൽ നിന്നാണ് എനിക്കിതൊക്കെ കിട്ടുന്നത്. സോ എന്റെ വീട്ടുകാർക്കും ഒരു പുറത്ത് അവര് നല്ലൊരു വീട്ടുകാരാണ്, നല്ലൊരു അച്ഛനൊരു അമ്മയുടെയും മകനാണ് ഞാൻ എന്നുള്ളൊരു പുറത്ത് ആൾക്കാർ അങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു സാധനമൊക്കെ അർജുൻ പറയുന്നത് കേട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജാസ്മിനൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. മോളിത് കേട്ടത് മാത്രമേ ഉള്ളൂ, ചെവിക്കകത്ത് തലയ്ക്കകത്ത് കയറിയിട്ടൊന്നും മനസ്സിലായി കാണത്തില്ല. ഇച്ചിരി ഒന്ന് മനസ്സിലായവർക്ക് കാര്യം പിടികിട്ടി കാണും. അപ്പൊ ഇറങ്ങുമ്പോഴത്തേക്ക് ജാസ്മിന്റെ ഈ ഒരു സാധനമൊക്കെയാണ് ഉദ്ദേശിച്ചത്. അവളുടെ വീട്ടുകാരൊക്കെ ഇനി എന്തൊക്കെ കേൾക്കുവോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സായിക്കുട്ടൻ വരുന്നത്. സെൽഫ് ക്ലൻസിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞു വൻ കഥകൾ. എനിക്കിപ്പോഴും അതേ പറയാനുള്ളൂ. ഹിമാലയത്തിൽ പോടെ, ഇല്ലെങ്കിൽ കാശി പോയി ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഇത്ര എൻഗേജിങ് ഒന്നും ഇല്ലാതെ കുറച്ചു നാൾ നിനക്ക് സമാധാനമായിട്ടിരിക്കാം, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ. അല്ലാതെ നേരെ ബിഗ് ബോസിലോട്ട് വന്ന് കയറി അവിടെ വേറെ ആരെങ്കിലും വന്നിട്ട് നന്നായിട്ട് കളിച്ചേനെ. ആ ഒരു ചാൻസ് ആണ് സായി എന്ന് പറയുന്ന വ്യക്തി താങ്കൾ ഇല്ലാതെയാക്കുന്നത്. താങ്കൾക്ക് കിട്ടിയ ചാൻസ് മര്യാദയ്ക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട്. താങ്കൾക്ക് കിട്ടിയ ചാൻസ് താങ്കൾ മര്യാദയ്ക്ക് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ ഒന്നും പറയത്തില്ല. കാരണം നമ്മളും അത് എന്റർടൈൻഡ് ആയനെ. ഇത് നിങ്ങൾക്കും ഒരു ഗുണവും ഇല്ല, പുറത്ത് കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്കും ഒരു എന്റർടൈനിങ്ങും ഇല്ല. താങ്കൾ കാരണം വെച്ചാൽ ഇന്നലത്തേക്ക് മറ്റേ 9ാമത്തെ എനിക്ക് തോന്നുന്ന 10ാമത്തെ ടാസ്ക് തന്നെ നിങ്ങളുടെ മറ്റേ ആ ഒരു കളി കാരണമായിരിക്കും ചിലപ്പോൾ ഇല്ലാതായി പോയത്. ഇല്ലെങ്കിൽ വേറെ അർജുനൊക്കെ വന്നതിന് ചിലപ്പം ഒന്നുകൂടെ ഒരു ടാസ്ക് കൂടെ ഒക്കെ വെച്ച് കുറച്ചും കൂടെ ഞങ്ങൾ എന്റർടൈൻ ആയനെ. സോ സായി എന്ന് പറയുന്ന വ്യക്തി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യമാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം. നമുക്ക് ജനങ്ങൾക്ക് എന്റർടൈനിങ് ആവുന്നില്ല, ഞങ്ങൾക്ക് ബോറാവുന്നു. അതൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാം, അത് ഞാനിവിടെ പറയുന്നു. ഓക്കെ, സോ സായിയുടെ കേസിൽ എനിക്ക് അതാണ് തോന്നിയത്. പിന്നെ എവിക്ഷൻ വരുന്നുണ്ട്. അപ്പം എവിക്ഷൻ നല്ലൊരു പരിപാടിയായിരുന്നു. നമ്മുടെ അർജുൻ അകത്ത് പോയി ഒരു ബോക്സിനകത്തുനിന്ന് കുറച്ച് ഹാർട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഈ എല്ലാ ആൾക്കാരുടെയും ഇപ്പം അർജുന്റെ ആണെങ്കിൽ അർജുന്റെ ഫോട്ടോ ഉള്ള ഒരു ഹേർട്ട് ഉണ്ട്, അത് അർജുൻ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യും. അപ്പൊ അത് തുറക്കുമ്പോഴത്തേക്ക് ഒരാളുടെ ഫോട്ടോ കാണും, അയാൾ എവിക്റ്റഡ് ആണോ അങ്ങനെയാണത്. അത് തുറക്കുമ്പോൾ ഒരാളുടെ ഫോട്ടോ കാണും, അയാൾ എവിക്റ്റ് ആണോ അല്ലെങ്കിൽ സേഫ് ആണോ എന്നുള്ളത് കാണും. അപ്പം അങ്ങനെ ഓരോ ആൾക്കാർക്കും എല്ലാം ഈ ഹേർട്ട് കൊടുക്കുന്നു, എല്ലാവരും വെച്ചിട്ട് ഓരോരുത്തരായിട്ട് തുറക്കുന്നു. അപ്പൊ അങ്ങനെ തുറന്നപ്പോഴത്തേക്ക് മിക്ക ആളുകളും, അതായത് നമ്മുടെ സായി അല്ലാതെ സായിയും നമ്മുടെ നന്ദനെ ഒഴിച്ച് ബാക്കി എല്ലാവരും പിന്നത്തേക്ക്, അതായത് അവരുടെ എവിക്റ്റഡ് ആണോ അല്ലയോ എന്ന് പിന്നത്തേക്ക് അറിയാം എന്നുള്ളൊരു സാധനമായിരുന്നു എഴുതി വെച്ചിരുന്നത്. ലാസ്റ്റ് നമ്മുടെ നന്ദനയും സായിയും വരുന്നു. ലാസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് അവരോട് ചെല്ലാൻ പറയുന്നു. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെങ്കിൽ പറയാൻ പറയുന്നു. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെന്റ് വരും. ആ അനൗൺസ്മെന്റിൽ അവരത് തുറക്കുമ്പോഴത്തേക്ക് വൃത്തിക്ക് എഴുതി കാണിക്കുന്നു നന്ദന കൊച്ച് ഔട്ട്, എവിക്റ്റഡ്. ഇതങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ ആ സായി ചേട്ടന്റെ മോഹമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് ചേട്ടൻ പോയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടേ. ലിറ്ററലി ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എന്തോ ഞാൻ ഇങ്ങനെ തലയ്ക്ക് കൈവച്ചു. കാരണം സായി എന്ന് പറയുന്ന വ്യക്തി കരയുന്നു. എനിക്ക് അങ്ങനെ ഒരു സാധനമാണ് കിട്ടിയത്. സായി ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടത്തിലേക്ക് പോകുന്നതാണൊക്കെ എനിക്ക് തോന്നി. അപ്പം രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ പേഴ്സ്പെക്റ്റീവ് ഉള്ള കാര്യം ഒന്ന് പറയാം. ഇവന്റെ മൊത്തത്തിൽ കള്ളത്തരം. ഇവൻ മനഃപൂർവ്വം ഈ കൊച്ചിനെ കളയാൻ വേണ്ടി മറ്റേ നിന്നുള്ള ഒരു അഭിനയം ഇവന്റെ. കാരണം സായി ആയതുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം. എനിക്ക് ഈ കാണുന്ന എല്ലാവരോടും അതാ പറയാനുള്ളത്. സായി ആയതുകൊണ്ട് സായി പുറത്തിരുന്ന് ഇത്രയും വർഷം ബിഗ് ബോസ് കണ്ട് ഭയങ്കരമായിട്ട് അവൻ അറിയാം എങ്ങനെ കളിക്കണമെന്ന്. സോ ആ സായി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ്, എന്റെ ഫസ്റ്റ് പെർസ്പെക്റ്റീവ് അതായിരുന്നു. കാരണം ഇവൻ മനഃപൂർവ്വം കളിച്ചു, ഈ ഒരു പാസം ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കളിച്ച് ഇങ്ങനെ ഒരു പണി കൊടുത്ത് നന്ദനെ നൈസായിട്ട് തൂക്കി. ഇതാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. പിന്നെ അവിടെ ഇരുന്ന് അഭിനയിച്ച് കാണിച്ച് അവനോടുള്ള ആൾക്കാർക്കുള്ള ഒരു സിമ്പതി വർക്കൗട്ട് ചെയ്തെടുക്കുന്ന സായി, അങ്ങനെ എനിക്ക് തോന്നി ഫസ്റ്റ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവൻ ഈ പറയുന്ന പോലെ മറ്റേ ഈ ശുദ്ധീകരണവും പരിപാടിയൊക്കെ നടത്തി അണ്ണൻ മറ്റേ നന്നായി ശരിക്കൊരു സത്യസായി ബാബയായി നല്ലൊരു മനുഷ്യനായപ്പോൾ
അളിയന് മറ്റേ കരച്ചിൽ ഇമോഷൻ, അയ്യോ എന്റെ കൊച്ചു പോയല്ലോ എന്നുള്ളൊരു സാധനത്തിലിരുന്ന് കരഞ്ഞു. അങ്ങനെ രണ്ട് പെർസ്പെക്റ്റീവാണ് ഇവന്റെ ഈ ഒരു കാര്യത്തിലുള്ളത്. ഒറ്റ പെർസ്പെക്റ്റീവ് വെച്ചിരിക്കാൻ പറ്റത്തില്ല ഇവന്റെ കാര്യത്തിൽ. കാരണം ഇവൻ നമ്മളെ പോലൊക്കെ ഈ പുറത്തിരുന്ന് ഈ കളി കണ്ടൊരുത്തരാ. അതും ബാക്കി എല്ലാരും കളി കണ്ടതാ. പക്ഷെ ആ കളിയെ ഇവൻ ഭയങ്കരമായിട്ട് ആഴ്ന്നിറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയവനാ. സോ അവൻ പെട്ടെന്ന് അവനിങ്ങനെ അങ്ങ് നന്നായി തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് മറ്റേ വിഴുങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയും കൂടെ നോക്കിക്കാണും. അപ്പൊ എന്തായാലും എന്റെ കൂടെ 1-2 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റേ ഡിസ്കസ് ചെയ്ത് ആ ലെവലിലേക്ക് പോയത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ ഈ 2 പെർസ്പെക്റ്റീവും പറയണം. ഞാനത് പറയും. എനിക്കൊരു തെണ്ടിയുടെയും ആവശ്യമില്ല. ഒറ്റയ്ക്ക് ഞാൻ മതി കാര്യങ്ങൾ ചെയ്യാനും പറയാനും. കാരണം എന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ എനിക്ക് തന്നെ ഒരു 2 സ്റ്റാൻഡ് തോന്നുകയാണെങ്കിൽ, കാരണം ഈ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് ഒരിക്കലും മറ്റേ ആട്ടി അവനെ അങ്ങ് പറയാൻ പറ്റത്തില്ല ഇതാണ് അവൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു തെറ്റുകാരനാ. മനസ്സിലായില്ല? അങ്ങനെ ഒരാളെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലേ. പ്രത്യേകിച്ച് ഇവന്റെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ 2 സ്റ്റാൻഡിൽ നിന്ന് നോക്കണം, 2 പെർസ്പെക്റ്റീവ് നോക്കണം. സോ ഈ 2 പെർസ്പെക്റ്റീവാണ് അവന്റെ കാര്യത്തിലുള്ളത്. ഞാൻ 2 ഇവിടെ പറയുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇപ്പൊ ഞാൻ വന്നിട്ട് പറയുകയാണ്, ഇല്ല അവൻ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അവൻ നാളെ മറ്റേ ഇതെല്ലാം മാറ്റി ഞാൻ മറ്റേ ഗെയിമർ ആയിരുന്നു എന്നൊക്കെ പറയും വേണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അതൊക്കെ പറഞ്ഞു. ഒന്നെങ്കിൽ അവൻ ആ ഒരു കളി കളിക്കും, പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ എന്റെ ഗെയിം ആയിരുന്നെന്ന് പറയും. മനസ്സിലായില്ല? ഞാൻ അതേ വിശ്വസിക്കത്തുള്ളൂ. സായി ഇപ്പോഴും ആ കളിക്കുന്നതാക്കി ഇവന്റെ മറ്റേ ബ്രില്യൻ മറ്റേ ആഴ്ന്നിറങ്ങിയിട്ടുള്ള മറ്റേ വൃത്തികെട്ട ഗെയിം. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഗെയിം ഇതിനകത്ത് കളിക്കേണ്ടത്. ആ കളിച്ചാലേ ഇവിടുന്ന് കപ്പും കൊണ്ടും കാശും കൊണ്ടൊക്കെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അത് മനസ്സിലാക്കണം എല്ലാവരും. ഓക്കെ, അതെല്ലാവരും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ നന്ദനെ കൊച്ച് പുറത്തേക്ക് പോരുകയാണ്. നന്ദനെ കുറച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സായിയും അത് എല്ലാരും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സായിക്കുട്ടനും അതുപോലെ തന്നെ നമ്മുടെ സിജോ അണ്ണനും കരച്ചിലോ 3 പേരും ഒന്നിച്ചേർന്ന് മറ്റേ കെട്ടിപ്പിടിച്ച് വലിയ വർത്താനമൊക്കെ പറയുന്നുണ്ട്. നന്ദന പുറത്തിറങ്ങി പോയതിനു ശേഷവും നമ്മുടെ സിജോ കുട്ടൻ അവിടെ നിന്ന് കരയുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ലാലേട്ടന്റെ അടുക്ക് വരുന്നു. നന്ദന വലിയ കഥകളൊക്കെ പറയുന്നു. എന്തായാലും ലാലേട്ടൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു നന്ദന അടുക്കെ ചോദിക്കുന്നു, നന്ദന നിങ്ങൾ ഇവിടുന്ന് ഭയങ്കര എന്റർടൈൻമെന്റ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് എന്റർടൈൻമെന്റ് ആക്കിയോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായിരുന്നു അവിടെ. പക്ഷെ അങ്ങനെ ചോദിച്ചായിരുന്നെങ്കിൽ അത് മറ്റേ തലക്കിട്ട് അടിക്കുന്ന കണക്കായി പോയേനെ. അതുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല. അത് അദ്ദേഹത്തിന്റെ മാന്യത. കാരണം എന്റർടൈനിങ് പോയ കുട്ടിയാണ്. ഇന്ന് മറ്റേ വൈരാഗ്യം പരിപാടികളുടെ അവളുടെ പുറത്ത് വന്നു. ജിൻഡോ പുറത്ത് പോകണമായിരുന്നെന്ന് എനിക്ക് തോന്നി. മനസ്സിലായില്ല? ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ പോയി. അതാണ് ശരിക്കും ഇതിനകത്ത് നിന്നപ്പോൾ നന്ദനയുടെ ശരിക്കുള്ള സ്വരൂപം നമ്മൾ കണ്ടു. പുറത്തുണ്ടായിരുന്ന നന്ദന ഫേക്ക് നന്ദന, അതിനകത്ത് വന്നപ്പോൾ കയ്യിൽ പോയി കറക്റ്റ് ഒരു നന്ദന നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. ബാക്കി ഇനി ആരെങ്കിലും എവിക്റ്റ് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് നാളെ അറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള, എനിക്ക് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെനിക്ക് അറിയണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരാനില്ല. ഓക്കെ.